രാജ്യത്ത് പുതിയ വോട്ടർമാർക്ക് കടുത്ത നിബന്ധന. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പുതിയ നിബന്ധന കൊണ്ടുവന്നിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കണമെങ്കിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നവർ ഇനി മുതൽ തങ്ങളുടെ മാതാപിതാക്കളുടെ സ്പെഷ്യൽ ഇൻട്രൻസീവ് റിവിഷൻ അതായത് SIR വിവരങ്ങൾ നിർബന്ധമായും സമർപ്പിക്കണം. പുതുതായി വോട്ട് ചെയ്യാൻ യോഗ്യത നേടിയവർ, ആദ്യമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവർ, വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കപ്പെട്ടതിനെ തുടർന്ന് പുതിയ അപേക്ഷ നൽകുന്നവർ എന്നിവർ സമർപ്പിക്കേണ്ട നിയമപരമായ ഫോം 6 പുതിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഔദ്യോഗിക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഫോമിൽ ഭേദഗതി വരുത്തിയിട്ടില്ല എങ്കിലും ഭരണപരമായ നിർദ്ദേശങ്ങളിലൂടെ ഓൺലൈൻ അപേക്ഷകളിൽ ഈ ഡിക്ലറേഷൻ കോളങ്ങൾ പൂരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ വഴി ഫോം 6 സമർപ്പിക്കുന്ന അപേക്ഷകർക്ക് അച്ഛന്റെ അമ്മയുടെയോ മുത്തശ്ശന്മാരുടെയോ മുൻപത്തെ സ്പെഷ്യൽ ഇൻട്രൻസീവ് റിവിഷൻ വിവരങ്ങൾ നൽകാതെ അപേക്ഷ പൂർത്തിയാക്കാനോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനോ സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷം ബീഹാറിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം നടപ്പിലാക്കിയിരുന്നു. ഇത് വലിയ വിജയമായിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിച്ചിരിക്കുന്നത്. പുതിയ വോട്ടർമാരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും പരിശോധനകൾ കൂടുതൽ എളുപ്പമാക്കാനും മറ്റ് അനുബന്ധ രേഖകളുടെ എണ്ണം കുറയ്ക്കാനും ഈ പുതിയ മാറ്റം സഹായിക്കും എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം. അതേസമയം വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിക്കുന്നതിനായി രാജ്യവ്യാപകമായി നടക്കുന്ന സ്പെഷ്യൽ ഇൻട്രൻസീവ് റിവിഷൻ പ്രക്രിയ സുതാര്യവും ഭരണഘടനാപരവുമാണ് എന്നും സുപ്രീം കോടതിയുടെ അംഗീകാരമുള്ളതാണ് എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാപകമായി ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യപ്പെടുന്നു എന്ന രീതിയിൽ ഉയർന്ന വിമർശനങ്ങളെ കമ്മീഷൻ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. വ്യാജ വോട്ടർമാരെയും മരണപ്പെട്ടവരെയും താമസം മാറിപ്പോയവരെയും വിദേശ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി യഥാർത്ഥ വോട്ടർമാരെ മാത്രം നിലനിർത്താനാണ് ഈ ഊർജിത പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും ആരുടെയെങ്കിലും പേര് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്ക് അതിനെതിരെ അപ്പീൽ നൽകാൻ കൃത്യമായ അവസരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താക്കൾ വ്യക്തമാക്കി. എന്തായാലും തിരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു രാജ്യത്തിലെ പൗരന്മാർ, അത് ആ രാജ്യത്തിന്റെ പൗരന്മാർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പ്രക്രിയയും കൂടിയാണ് SIR എന്ന് പറയുന്നത്. അത് കൂടുതൽ കുറ്റമറ്റതാക്കുകയാണ് പുതിയ ഒരു നിബന്ധന വന്നതിലൂടെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവരുന്നത്. ന്യൂസ് ഡെസ്ക്.